സാധാരണ ഗ്രാവിറ്റിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗ്രാവിറ്റിയാണ് ബോളിനകത്തുണ്ടാവുക. വെയിറ്റ് ഓഫ് ദ സാറ്റലൈറ്റ് ഡിറ്റർമിൻസ് ദ ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് എന്നാണ്. നമ്മുടെ എർത്തിൽ നിന്ന് എത്ര ഹൈറ്റിൽ വെക്കണം ഒരു സാറ്റലൈറ്റ്. ഭൂമി എന്ന് പറയുന്നത് കുറച്ചൊരു എഗ് ഷേപ്പാണ്. എന്താ കാരണം? ഇങ്ങനെ കറങ്ങി കറങ്ങി വരുന്ന സമയത്ത് ഫ്ലാറ്റൺ ചെയ്യപ്പെടും. ഫുട്ബോൾ കളി നടക്കുന്ന ഭൂമിയിലാണ്, പിന്നെ എന്തിനാണ് ഈ ബോള് ബഹിരാകാശത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? അതാ ഞാൻ പറഞ്ഞത്, അതിൻ്റെ പ്രഷറും. നമ്മുടെ ഈ 2026 ഫുട്ബോൾ വേൾഡ് കപ്പിലെ ആ ബോള് ഈ നാസയിലെ ശാസ്ത്രജ്ഞർ അത് ബഹിരാകാശ നിലയത്തിലേക്ക് അയച്ചു കൊടുക്കുകയും അവിടെ ടെസ്റ്റ് ചെയ്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും അത്? എന്താണ് ആ ബോളിൻ്റെ പ്രത്യേകത? അത് ഉണ്ടാക്കുന്നത് ലാഹോറിലാണ്. ആണല്ലേ? വളരെ പാകിസ്ഥാനിലാണ്. വളരെ രസകരമായിട്ടുള്ള തരത്തിൽ അതിനെ അങ്ങനെയൊക്കെയാണ് അറിവ്. ഞാനും പഠിച്ചിട്ടുള്ള വിവരം മാത്രമേ എനിക്കുള്ളൂ. അതായത് ഫിഫ വേൾഡ് കപ്പിൽ കളിക്കുന്ന എല്ലാ പന്തുകളും ലാഹോറിലാണ്. അല്ല, എല്ലാ പന്തുകളും എനിക്കറിയില്ല. ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചിപ്പുള്ളിൽ വെച്ചിട്ടുള്ള ഒരു, നമ്മൾ അതിനകത്തൊരു 14 ഗ്രാം വലുപ്പമുള്ളൊരു ചിപ്പ് വെക്കുകയാണ്. ആ ചിപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എല്ലാ മെഷർമെൻറ്റ്സ്, ഇപ്പം നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് വാച്ച് കെട്ടിയാൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ അത് ഏറ്റെടുക്കുക. നമ്മൾ ജമ്പ് ചെയ്യുന്നുണ്ടോ, കുറേ സമയം ഇരിക്കുന്ന സമയത്ത് എഴുന്നേക്കണം എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യും. ആ മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് എത്ര റെവല്യൂഷൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഹൈ എബിലിറ്റിയുള്ള ഒരു 500 ടൈംസ് റൊട്ടേറ്റ് ചെയ്താൽ പോലും ഒരു സെക്കൻഡിൽ അത് മെഷർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിറ്റക്റ്റേഴ്സ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കമൻറ്റേറ്റർ പറയുമല്ലോ, അതിങ്ങനെ കറങ്ങി കറങ്ങി പോവുകയാണെന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം കറങ്ങുന്നുണ്ടെന്നുള്ള മെഷർമെൻറ്റ് അയാളുടെ ബോർഡിൽ വരും. ഈ ബോൾ ഇത്ര സമയത്താണ് കറങ്ങുന്നത്, ഇന്ന ഡയറക്ഷനിലാണ് പോകുന്നത്, എൻ്റെ ട്രജക്ടൈൽ മോഷൻസും, നമ്മളിപ്പം റോക്കറ്റ് അയക്കുന്ന സമയത്ത് ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് അവിടെ നിന്ന് മെഷർ ചെയ്തിട്ട് അത് നമ്മുടെ ഗ്രൗണ്ട് സെഗ്മെൻറ്റിലേക്ക് നമുക്ക് കിട്ടുന്നത് ഏത് തരത്തിലാണോ അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ അവൈലബിൾ ആണ്. ആ മെഷർമെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് ഇന്ന് ഹൈ ഇലക്ട്രോണിക്സ്, എയുടെ ഗുണം, ഇതൊക്കെ കൂടി എന്തൊക്കെ ടെക്നോളജികൾ ഉപയോഗിക്കാൻ പറ്റുമോ, എന്തൊക്കെ തരത്തിലൊരു ചിപ്പിന് മെഷർമെൻറ്റ്സ് സാധിക്കുമോ അതിനുള്ള മിനിമം ചാർജ് വെച്ചിട്ട്, ഇപ്പം നമ്മുടെ വാച്ച് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും കുറേ കാലം കഴിഞ്ഞിട്ട് ഇപ്പം മിസ്സായി എന്ന് വിചാരിക്കും, എൻ്റെ ഫോണിൽ അത് എവിടെയാണെന്ന് ഡിറ്റക്ട് ചെയ്യാൻ എനിക്ക് എളുപ്പമാണ്. അതിന് ചാർജ് ഉണ്ടാവണമെന്നില്ല, ബട്ട് ദർ ഇസ് എ റെസിഡൻറ്റ് ചാർജ് ഇൻസൈഡ്. അപ്പോൾ ഇത് തരത്തിൽ ഇപ്പം നമ്മൾ വാച്ച് വർക്ക് ചെയ്യുന്നേ ഇല്ല, പക്ഷെ നമ്മൾ പെട്ടെന്ന് ഓണാക്കുമ്പോഴത്തേക്കും ആ സമയം നമുക്ക് കാണിച്ചു തരും. കാരണം അതിനുള്ളിൽ സമയത്തിൻ്റെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ചിപ്പുകൾക്ക് ഒരു മിനിമം മെമ്മറി, മിനിമം ചാർജ് ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട്, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ സാധാരണ ഗ്രാവിറ്റിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഗ്രാവിറ്റിയാണ് ബോളിനകത്തുണ്ടാവുക. കാരണം അത് ഇൻസുലേറ്റഡ് ആണ്, ടോട്ടലി ഇൻസുലേറ്റഡ് ആണ്. ഇപ്പോൾ ആൻറ്റി ഗ്രാവിറ്റിയിലുള്ള ആൾക്കാരുടെ ട്രെയിനിങ് പ്രോഗ്രാം, ഇപ്പോൾ അപ്പർ സ്പേസിൽ പോയിട്ട് അല്ലെങ്കിൽ സ്പേസിൻ്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് 140 കിലോമീറ്റർ വരെയൊക്കെയാണ് സ്പേസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക. അതിന് മുകളിലൊരു 200 കിലോമീറ്റേഴ്സിലാണ്. അപ്പോൾ ഒരു 340, 370, 400 കിലോമീറ്റേഴ്സിലൊക്കെയാണ് സ്പേസ് സ്റ്റേഷൻ ഉള്ളത്. അവിടെയുള്ള തരത്തിലാവും ചിലപ്പോൾ ബോളിനകത്തുള്ള ഗ്രാവിറ്റികൾ. കാരണം അതിനെ നമ്മൾ പമ്പ് ചെയ്തെടുക്കുന്നതല്ലേ, പ്രഷർ വ്യത്യാസമാണ്. പ്രഷർ വ്യത്യാസമാവുന്ന സമയത്ത് ഗ്രാവിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ മാറും. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ചിപ്പ് എങ്ങനെ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിനെ അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുമോ, അതിന് അറ്റ്മോസ്ഫിയറുള്ള തരത്തിൽ തന്നെയാണോ അതിൻ്റെ ബിഹേവിയർ, ഇതൊക്കെ അറിയണം. അതായത് ഇതൊരു ആൻറ്റി ഗ്രാവിറ്റേഷണൽ റിസർച്ചിൻ്റെ ഭാഗമാണെന്നാണ്. അതൊക്കെ ഇത് മിക്കവാറും നമ്മുടെ സാധാരണ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യണം. ലോ പ്രഷറിലും ഹൈ പ്രഷറിലും വർക്ക് ചെയ്യുമെന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ല, അതിന് ഈ ഫുട്ബോളിനകത്ത് വെക്കണോ? വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇല്ല, കറങ്ങുന്ന ഫുട്ബോളിനെ കാണാൻ വേണ്ടിയിട്ട് വേറെ എന്താ ചെയ്യുക ഫുട്ബോളിനകത്തല്ലാതെ? അല്ല, അത് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് വെക്കണ്ടല്ലോ. നമുക്ക് ഇതിനു വേണ്ടി ഇപ്പം ഇത്രയും വലിയ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ അല്ല, അത് ഈ ഫുട്ബോൾ ഉണ്ടാക്കുന്നവരുടെയും കളിക്കാരുടെയും അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ അത് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ കിക്ക് ചെയ്യുന്ന സമയത്ത് പ്രഷർ മാറും അതിനുള്ളിൽ. അതിന്റെ വെയിറ്റ് എത്രയുണ്ടാവും? 14 ഗ്രാംസ് അത്രേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴുള്ള ചിപ്പിന്. അല്ല, അതിനകത്ത് ബാറ്ററി വേണ്ടേ? അതാണ് പറഞ്ഞത്, അതൊക്കെ അതിനകത്ത് ഇൻബിൽറ്റ് ചാർജാണ്. ഇപ്പൊ നമ്മൾ ഇലക്ട്രോണിക്സിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, നമ്മുടെ പണ്ട് ടിവിയുടെ വലുപ്പം എന്തായിരുന്നു അല്ലേ? ചുറ്റുമൊക്കെ ആയിട്ട് ബാക്കിലേക്കൊക്കെ വന്നു. അതെ, പണ്ട് ടി വി വെക്കാനുള്ള സ്റ്റാൻഡിന്റെ വലുപ്പം എന്തായിരുന്നു അറിയാലോ നമുക്ക്. ഇപ്പം അത് വളരെ ചെറുതായിട്ട് നമുക്കൊരു ഫോട്ടോഗ്രാഫിയുടെ വലുപ്പത്തിൽ. ഞാൻ സാധാരണ പറയാറുള്ളത്, നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററി തിക്നെസ് ആണ്. ഇപ്പം എൻ്റെ ഒരു മരുമകനുണ്ട്, ഇപ്പം ഐസറിലാണ് വർക്ക് ചെയ്യുന്നത്. അവൻ്റെ പേര് വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് പേപ്പർ ബാറ്ററി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ബാറ്ററി തന്നെ നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നമ്മുടെ വിസിറ്റിംഗ് കാർഡില്ലേ, ആ സൈസിലൊരു ബാറ്ററി ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ മൊബൈലിൻ്റെ തിക്നെസ് എന്താവും?
വേറൊന്നുമില്ല, അതിന് ബാറ്ററിയുടെ തിക്നെസ് ആണ്. പിന്നെ ഒരു ഡിസ്പ്ലേ ഉള്ളൂ. അതെ, ഡിസ്പ്ലേ ഉള്ളൂ. ആ ഡിസ്പ്ലേ ഫോൾഡബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ നമുക്ക് നാളെ ഒരു മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഈ സിഗരറ്റ് പോലെ ചുരുട്ടിയിട്ട് പോക്കറ്റിൽ ഇടാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെവിയിൽ കുത്താൻ പറ്റുന്ന ഒരു സാധനമായിട്ട് മാറും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ഈ ഫ്രെയിമിന് എന്തുകൊണ്ടാണ് ഇത്രയും തിക്നെസ് എന്ന് വെച്ചാൽ ഈ മെറ്റാ ഗ്ലാസിന് ഇത്രയും പിന്നെ ഇലക്ട്രോണിക്സിനകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. പണ്ടുള്ള മൊബൈൽ ഫോണിൻ്റെ വെയിറ്റ് ഇന്നത്തെ മൊബൈൽ ഫോണിന് ഇല്ലല്ലോ. പണ്ട് വലിയ സാധനമായിരുന്നു, അല്ലെ, വാക്കി ടോക്കി പോലുള്ള സാധനമായിരുന്നു പണ്ട് മൊബൈൽ. അപ്പോൾ ഇലക്ട്രോണിക്സ് എപ്പോഴും കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇപ്പോൾ സാറ്റലൈറ്റ് പണ്ട് ഉണ്ടാക്കിയിരുന്ന സാറ്റലൈറ്റ് ഒരു 800 കിലോമീറ്ററിലായിരുന്നു. കാരണം ആ ഹൈറ്റിലാണ് അതിനെ വെക്കാൻ പറ്റുള്ളൂ. വെയിറ്റ് ഓഫ് ദ സാറ്റലൈറ്റ് ഡിറ്റർമിൻസ് ദ ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് എന്നാണ്. നമ്മുടെ എർത്തിൽ നിന്ന് എത്ര ഹൈറ്റിൽ വെക്കണം ഒരു സാറ്റലൈറ്റ്. നല്ല വെയിറ്റ് ഉള്ളതാണെങ്കിൽ കുറേ കൂടി ഹയറിൽ, വെയിറ്റ് കുറയുമ്പോൾ താഴത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത കാലത്ത് 1980s 800 കിലോമീറ്റേഴ്സിലായിരുന്നു. ഞാൻ റിട്ടയർമെൻറ്റ് വരുന്ന സമയത്ത് 20 വർഷത്തിൽ 300 കിലോമീറ്റർ ലാഭിക്കാൻ പറ്റി. എന്നുവെച്ചാൽ ആ ഇലക്ട്രോണിക്സ് മാറുമ്പോഴാണ് 500 കിലോമീറ്റേഴ്സ്. 500 കിലോമീറ്റേഴ്സ്. വെയിറ്റ് കൂടുമ്പം ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കൂടും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിനെ കുറെ കൂടി ദൂരെ വെച്ചാലേ യൂണിവേഴ്സൽ ഗ്രാവിറ്റി അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വെയിറ്റ് മാറ്റേഴ്സ്. ആ അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇൻസുലേറ്റ് ചെയ്യണോ വേണ്ടയോ, ടെമ്പറേച്ചറിൽ അത് കേടാവുമോ, ടെമ്പറേച്ചർ കുറയുമ്പോഴാണോ മാറുക. അപ്പം നമ്മൾ ഫോൺ സാധാരണ ഒരു നല്ല മഴ കൊണ്ടാണ് എന്ത് വർക്ക് ചെയ്യാത്തത്, ഇലക്ട്രോണിക്സിനൊരു പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് ഡീമിസ്റ്റ് ചെയ്യണം. മിസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. മഴയൊന്നും കൊള്ളുന്നില്ല, മിസ്റ്റ് ഉണ്ടായാൽ മതി. നല്ല തണുപ്പുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ വർക്ക് ചെയ്യില്ല. അപ്പം നമ്മൾ സാധാരണ പറയുന്നുണ്ട്, ഈ അരിയുടെ ചാക്കില്ലേ നമ്മുടെ വീട്ടിൽ വെക്കുന്നത്, അതിൽ പൂഴ്ത്തി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞെടുത്താൽ വർക്ക് ചെയ്യും. കാരണം അത് അബ്സോർബ് ചെയ്യും, ഹ്യൂമിഡിറ്റി അബ്സോർബ് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഹ്യൂമിഡിറ്റി മാറ്റേഴ്സ്, ടെമ്പറേച്ചർ മാറ്റേഴ്സ്. ഈ ഒരു എൻവിറോൺമെൻറ്റിൽ PV = RT എന്നാണ്. പ്രഷർ വോളിയം ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈഡ് ബൈ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ മാറുമ്പോൾ, പ്രഷർ മാറുമ്പോൾ, വോളിയം മാറുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ ബോളിനകത്ത് ഒരു പ്രത്യേക പ്രഷറിലാണ്, ഒരു പ്രത്യേക വോളിയത്തിലാണ് നമ്മൾ ബോള്, അല്ലേ? അതിനെ കിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ കൊടുക്കണത്? അതിനൊരു എക്സ്ട്രാ പ്രഷർ കൊടുക്കും. ഓരോ കിക്കിലും ഒന്ന് കോൺട്രാക്റ്റോ, അല്ലേ? ആ സമയത്ത് അത് വർക്ക് ചെയ്യാണ്ടായാലോ? അപ്പോൾ ഏത് കോൺസ്റ്റന്റ് എൻവിറോൺമെന്റിലാണ് അതിനെ കൊണ്ടുപോകേണ്ടത്. അത് കറങ്ങണ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഡീഫോർമേഷൻ ഉണ്ട്. നമ്മൾ സാധാരണ ഒരു മൺകുടം അല്ലെ, ഭൂമി ശരിക്കും ഉരുണ്ടതല്ല. ഭൂമി എന്ന് പറയുന്നത് കുറച്ചൊരു എഗ് ഷേപ്പാണ്. എന്താ കാരണം? ഇങ്ങനെ കറങ്ങി വരുന്ന സമയത്ത് ഫ്ലാറ്റൺ ചെയ്യപ്പെടും, പമ്പരം പോലെയാവും. നമ്മൾ കാണാറില്ല. ഇപ്പം ഈ മൺകുടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കുറേ സമയം കറങ്ങുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പിടിച്ചു നിർത്തിയിട്ടാണ്. ഈ ബോളിനും ഒരു ഡീഫോർമേഷൻ ഉണ്ട്. നമ്മളത് എത്രയാണെന്ന് മെഷർ ചെയ്യുന്നില്ല. അതിൻ്റെ ഡീഫോർമേഷൻ, സ്പിന്നിങ് റേറ്റ്, സ്പീഡ് മെഷർ ചെയ്യാനൊന്നും സാധാരണഗതിയിൽ ആ സ്പീഡിൽ പോകുന്നൊരു ബോളിനെ മെഷർ ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ ഈ വെഹിക്കിളിനെയൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത് 2 ക്യാമറകൾ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിയിട്ടാണ് നിങ്ങൾ 80 കടന്നോ 100 കടന്നോ എന്നൊക്കെ അവർ പെനാൽറ്റി അടിക്കുന്നത്. ബോൾ അതിനേക്കാളും സ്പീഡിലാണ് പോകുന്നത്. അതാണ് ഓരോ ഗോൾ അടിക്കുമ്പോഴും ഈ ഷൂട്ടിന് ഇത്ര കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത്. ഇതൊക്കെ അയാളുടെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഇത് എവിടുന്നാ വരുന്നത്? ഇത് വരുന്നതൊക്കെ പണ്ട് ക്യാമറകൾ വെച്ചിട്ടാണെങ്കിൽ ഇന്ന് അതിനകത്തൊരു ചിപ്പ് വെച്ചിട്ടാണ്. ആ ചിപ്പ് നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഇത്രയൊക്കെയാണെന്നുള്ളത്. നമ്മൾ സാധാരണ വെഹിക്കിൾ ഓടിക്കുമ്പോൾ സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് കറങ്ങുന്ന സ്പിന്നിങ്ങിൻ്റെ വെയിറ്റ് നോക്കിയിട്ടാണ്. ഒരു കാലം വരും ഇതൊന്നും അല്ലാതെ ഒരു ചിപ്പ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്പീഡ് അറിയും. നമ്മൾ നടക്കുമ്പോഴെങ്ങനെയാണ് അറിയുന്നത്? അല്ല, ഇപ്പം നമ്മൾ ഫോണിൽ GPS വഴി നമ്മൾ പോകുന്ന വണ്ടിയുടെ സ്പീഡ് അറിയാൻ പറ്റുന്നുണ്ടല്ലോ. അല്ല, അത് കാരണം എന്ന് വെച്ചാൽ അതിന് 2 കാരണങ്ങളുണ്ട്. നമ്മുടെ സാധാരണ GPS ആണ്, അത് അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഇപ്പം ബോളിനകത്തൊരു GPS വെച്ചാൽ ബോൾ മൂവ് ചെയ്യുന്നത് അറിയാൻ പറ്റുമോ വെച്ചാൽ അറിയാൻ പറ്റും. പക്ഷെ ആ സ്പീഡ് അറിയണമെങ്കിൽ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ ഇത് പോരാ. മിസൈൽ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാ മിസൈലിൻ്റെയും പിന്നെ മൂവ്മെൻ്റ് അറിയുന്നതും എവിടെ നിന്ന് എവിടത്തേക്ക് പോകുന്നു എന്നൊക്കെ അറിയുന്നതൊക്കെ വേറെ GPS വെച്ചിട്ട് കണ്ടുപിടിക്കുന്നതല്ല, അതിനകത്തുള്ള ചിപ്പ് കൊടുക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഞാനൊരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ഫുട്ബോൾ കളി നടക്കുന്ന ഒരു ഗ്രൗണ്ടിൽ ഭൂമിയിലാണ്, പിന്നെ എന്തിനാണ് ഈ ബോള് ബഹിരാകാശത്ത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? അതാ ഞാൻ പറഞ്ഞത്, അതിൻ്റെ പ്രഷറും എൻവിറോൺമെന്റൽ കൺസെപ്റ്റ് അത് ഇവിടെ വെച്ച് ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റില്ല. അതിന് പുറത്തുള്ള എൻവിറോൺമെന്റ് അല്ല, അതിനകത്തുള്ള എൻവിറോൺമെന്റ്. അതിനകത്താണ് ഈ ചിപ്പ് കിടക്കുന്നത്. അപ്പോൾ വേറൊരു എൻവിറോൺമെന്റിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇന്ന് നമുക്ക് അത്തരം ആൻറ്റി ഗ്രാവിറ്റി ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നാസ പോലെയുള്ള സ്ഥലത്തൊക്കെയാണ്. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കാണാറില്ലേ, ഈ സ്പേസ് ഷട്ടിലുള്ള ആൾക്കാർ നടക്കാൻ പറ്റുമൊന്നുമില്ല അവർക്ക്, കാരണം അത് ഗ്രാവിറ്റി ഇല്ലാത്തൊരു സ്ഥലത്താണ്.
ഇപ്പോൾ ചന്ദ്രനിൽ നടക്കുന്ന ഒരാൾ സാധാരണ നമ്മൾ നടക്കുന്ന രൂപത്തിലല്ല, അല്ല പറന്ന് നടക്കുക ചെയ്യുക. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ഗ്രാവിറ്റിയിൽ ഇതിനകത്ത് കിടക്കുന്ന ചിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബോളിൽ താഴെ വീഴുമല്ലോ, വീഴാതെ അതിൻ്റെ സെൻറ്ററിൽ നിന്നാലേ സ്പിന്നിങ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണോ അത് ബിഹേവ് ചെയ്യുന്നത് എന്ന് ബോളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതേ എൻവറോൺമെൻറ്റ് ഉണ്ടാക്കിയിട്ട് അവിടെ ആ ചിപ്പ് സ്പിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഏത് സ്പിൻ അത് കറക്റ്റാണോ, ഇതിനൊരു 10 പ്രാവശ്യം സ്പിൻ ചെയ്യുമ്പോൾ നോക്കുക അതാണോ മെഷർ ചെയ്യുന്നത്. അതിന് എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടുള്ള വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക, വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഈ ബോൾ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓഫ് സൈഡ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഗോൾ വലയ്ക്കകത്ത് കയറിയെന്ന് അറിയാൻ, ഇതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇത് തൊട്ടടുത്തുള്ള സ്ഥാപിച്ചിരിക്കുന്ന റഡാറുകൾ പോലുള്ള ക്യാമറകൾ വെച്ചിട്ട് ഇതിനെ ഫോക്കസ് ചെയ്താണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെക്നോളജി ഇങ്ങനെ വളരുന്ന ഈ സമയത്ത് ഒരു സ്പോർട്സിൽ ഒരു മിസൈലിൽ അല്ലെങ്കിൽ ഒരു സ്പേസ് വരെ അല്ലെങ്കിൽ ഒരു ബഹിരാകാശ നിലയം വരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഈ ഒരു കാര്യം ചെയ്യുന്നതിലെ ആ ഒരു ക്യൂരിയോസിറ്റി എന്താണ്? അത് എന്തിനായിരിക്കും അത്രയധികം? ഞാനൊരു അഡ്വർടൈസ്മെന്റ് ഫാക്ടറാണോ, അല്ലെങ്കിൽ ഇതിന് ഇത്രയും പോപ്പുലറൈസ് ചെയ്യാൻ വേണ്ടിയാണോ? അത് നമ്മൾ പല ടെക്നോളജിയും ഉപയോഗിക്കുന്നത് കണ്ടുപിടിക്കുന്ന ഒന്നിനായിരിക്കും, അൾട്ടിമേറ്റ് യൂസ് വേറെ ഒന്നിലായിരിക്കും. ഇപ്പോൾ DRDOയിൽ സയൻറ്റിസ്റ്റ് ആയിരുന്ന, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ നിന്നും DRDOയിലൊക്കെ മാറിപ്പോയിട്ടുള്ള അബ്ദുൽ കലാമിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിലും നല്ല പോലെ ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ടുള്ള സാധനമാണ് സ്പേസിലേക്ക് അയക്കുന്ന മെറ്റലുകൾ. ആ മെറ്റലിൻ്റെ ഒരു കോമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സാധനം, അതിന് ഗ്രാവിറ്റി എഫക്റ്റ് ഉണ്ടാവരുത്. അതേ സാധനമാണ് പലപ്പോഴും ഈ നമ്മുടെ ശരീരത്തിലൊക്കെ നമ്മൾ മെറ്റൽ ഉപയോഗിച്ചിട്ട് വെക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം, എല്ല് പൊട്ടി, ആ എല്ല് പൊട്ടുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് മെറ്റൽ ഉപയോഗിച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് നട്ടും ബോൾട്ടും ഒക്കെ ഇട്ടിട്ട് തിരികെയിട്ടൊക്കെയാണ് നമ്മുടെ ബോണുകൾ കണക്ട് ചെയ്യുക, അല്ലേ? ആ കണക്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് സാധാരണ മെറ്റൽ ആവാൻ പാടില്ല. ലൈറ്റ് വെയിറ്റ് ആവണം, കുറേ കാലം നിൽക്കണം, ഡിഫറെൻ്റ് എൻവറോൺമെൻറ്റിൽ നിൽക്കണം, അത് ശരീരവുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അല്ലേ? ഇത് ടെസ്റ്റ് ചെയ്തിട്ടുള്ളത് സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് പലപ്പോഴും. ഇപ്പോൾ മെഡിക്കൽ അപ്ലിക്കേഷനുള്ളത് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയണം, സ്പേസിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഡിഫറെൻ്റ് എൻവറോൺമെൻറ്റിൽ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന കുറേ ലാബോറട്ടറി ഉള്ള സ്ഥലമാണ് ഇത്തരം സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ. അത് ഓരോ സയൻറ്റിസ്റ്റിനും ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ലാബോറട്ടറി പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ സംഭവം, നല്ല കാര്യമല്ലേ? അതാണ് ചെയ്യുന്നത് സാധാരണ. അത് മെറ്റലർജിയിലും ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും പണ്ട് ചന്ദ്രനിൽ കയറി പോയ സമയത്ത്, അല്ലെങ്കിൽ ചന്ദ്രനിൽ ഒബ്സർവ് ചെയ്ത സമയത്ത് ചന്ദ്രനിൽ വെള്ളമുണ്ട്, ചന്ദ്രനിൽ വെള്ളമൊന്നുമില്ല, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്നിട്ട് വെള്ളമാവണമെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ വേണം. അതല്ലെങ്കിൽ വെള്ളമായിട്ടല്ലാതെ ഹൈഡ്രജനും ഓക്സിജനായിട്ട് നിൽക്കുക. ഈ സംഭവം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ നിറം മാറുന്നതെന്നോ, ഒരു വ്യത്യസ്ത എൻവറോൺമെൻറ്റ് നമുക്ക് അവിടെ പോയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം കുറേ ഇവിടെ വെച്ചിട്ടുള്ള ഗ്രൗണ്ട് ട്രൂത്താണ് സാധാരണ ചെയ്യുക. അപ്പോൾ എക്സ്പെരിമെൻറ്റേഷൻ നടത്താൻ പറ്റിയിട്ടുള്ള ലാബോറട്ടറി ഫെസിലിറ്റി പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ സ്പോർട്സിൽ ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഫുട്ബോളിലാണ്, അല്ലെങ്കിൽ വേറെ അതാണ് എൻ്റെ അറിവ്. ആയിരിക്കാം അല്ലേ? ഇത്രയും പ്രത്യേകതകളുള്ള ഈ അഡിഡാസ് കമ്പനി ഉണ്ടാക്കിയ ഈ ബോളിന് എന്തുകൊണ്ടാണ് ഈ ട്രയോണ്ട എന്നുള്ളൊരു പേര് കൊടുക്കാൻ കാരണം? ഇതുവരെ അങ്ങനെയൊന്നും കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു അമേരിക്ക, കാനഡ, മെക്സിക്കോ 3 രാജ്യങ്ങൾ. ഹോണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം വേവ് എന്നാണ്. ഓക്കെ. അപ്പോൾ 3 രാജ്യങ്ങളുടെ ഹോണ്ട, അങ്ങനെയാണ് ട്രയോണ്ട എന്നുള്ള പേര് വന്നതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇത്തവണ വേൾഡ് കപ്പ് അപ്പോൾ ഇത്തവണയാണ് ഇത് ആപ്ലിക്കബിൾ ആയതല്ലേ? ഇതിന് മുമ്പ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടില്ല. ഇല്ല. അപ്പോൾ ഇതിന് പലപ്പോഴും നമ്മൾ ഈ പേരുകൾ ഇടുമ്പോഴൊക്കെ സാധനം ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ആലോചിക്കും ഈ പേരുകൾ ഇടുമ്പോൾ. കാരണം പേരാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ, അതാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുക. അപ്പോൾ ട്രയോണ്ട എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഓരോ സംഭവങ്ങൾക്കും പേരിടുന്ന സമയത്ത് എത്ര സിമ്പിൾ ആ സതീഷ്. 3 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ ഒരു ഉണ്ടാ ട്രയോണ്ട. അല്ല, അങ്ങനെ ബ്രെയിനിൽ ചില കാര്യങ്ങൾ സേവ് ചെയ്യുമ്പോഴേ പെട്ടെന്ന് കോഴിക്കോട്ടാന്ന് പറയാത്ത ഒണ്ട എന്ന് പറഞ്ഞാൽ ONDA, ഒണ്ട എന്ന് പറഞ്ഞാൽ വേവ് എന്ന അർത്ഥം. അപ്പോൾ ട്രൈ ഒണ്ട എന്നുള്ളതാണ്